ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമത്തം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്യേഹം ജാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഇന്ന് കർമ്മയോഗം കഴിഞ്ഞു ഭക്തിയോഗത്തിലേക്ക് കടക്കുകയാണ്. ഇനിയുള്ള 7-ാമത്തെ അധ്യായം തൊട്ട് 12-ാം അധ്യായം വരെ പറയുന്ന 6 അധ്യായം ഭക്തിയോഗമാണ്. ആ ഭക്തിയോഗം, യഥാർത്ഥ ഭക്തിയോഗം നമുക്ക് സാധിക്കണമെങ്കിൽ, അചഞ്ചലമായ ഭക്തി സാധിക്കണമെങ്കിൽ ഈ 6 പടി കടക്കണം. അതാണ് ധ്യാനയോഗമാണ്. യഥാർത്ഥത്തിൽ ആത്മബോധത്തോടു കൂടി വേണം ഭജിക്കാൻ, എന്നാലേ അതിൻ്റെ യഥാർത്ഥ എഫക്റ്റ് കിട്ടും. അതുകൊണ്ടാണ് കർമ്മയോഗം 6 അധ്യായം കൊണ്ടും പിന്നത്തെ 6 അധ്യായം കൊണ്ട് ഭക്തിയോഗവും പിന്നത്തെ 6 അധ്യായം കൊണ്ട് ജ്ഞാനയോഗവുമാണ് പറയുന്നത്. അപ്പോൾ ആത്മബോധത്തോടു കൂടി ഈശ്വരനെ ഭജിച്ചാലാണ് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുക എന്നർത്ഥം. അപ്പം 3 സ്റ്റെപ്പായിട്ടാണ് ഗീത തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് അർത്ഥം. അപ്പം പടി 6 കടന്നാലാണ് യഥാർത്ഥ ആത്മാർത്ഥം, ഡെഡിക്കേറ്റഡ് ഭക്തി, അചഞ്ചലമായ ഭക്തി ഉണ്ടാകണമെങ്കിൽ ഈ 6 പടി കടക്കണം. പടി 6 കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന കീർത്തനത്തിൽ പാടിയുന്നത് അത് സാക്ഷാത്കരിക്കണം. അതിലേറ്റവും 6-ാമത്തെ പടിയാണ് ആത്മബോധം ഉണ്ടാക്കുക. അതിനാണ് യോഗിയാകുക അഥവാ ധ്യാനയോഗം ശീലിക്കുക എന്ന് പറഞ്ഞത്. ഇത് ദിവസവും ഒരു 10-15 മിനിറ്റ് വീതമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. വല്ലപ്പോഴും ഒരിക്കൽ ചെയ്താൽ ഫലം കിട്ടില്ല. തുടങ്ങിയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് വിട്ടുകളഞ്ഞാലും യഥാർത്ഥ ഫലം കിട്ടില്ല. തുടർച്ചയായിട്ട് യോഗിനാം അപി സർവേഷാം മഗ്ഗതേ അന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമയയുക്ത തമാമത. അതാണ് 6-ാം അധ്യായം ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. തികഞ്ഞ വിശ്വാസത്തോടെ പരമാത്മാവിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് യാതൊരുവൻ ഭഗവാനെ ഭജിക്കുന്നുവോ അവൻ എല്ലാ യോഗികളിലും വെച്ച് ഉത്തമനാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഭഗവാന്റെ ദൃഷ്ടിയിൽ നമ്മൾ ഉത്തമ ഭക്തനാകണം. അത് സാധിക്കണമെങ്കിൽ ഭഗവാൻ പറഞ്ഞതനുസരിക്കണം. യോഗ സാധനങ്ങളിൽ ഭക്തിക്കുള്ള പ്രാധാന്യത്തോടു കൂടിയാണ് 6-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. അപ്പം ഈ യോഗസാധന അഭ്യാസമൊക്കെ ചെയ്യുന്നത് എന്താ? നമ്മളിലുള്ള ആത്മശക്തിയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്. അത് ആക്ടിവേറ്റ് ചെയ്താലാണ് യഥാർത്ഥ ഭക്തിയാകും. അല്ലാതെ നമ്മൾ ഈ വഴിപാട് കഴിക്കലും തീർത്ഥാടനവും ക്ഷേത്രദർശനവും അതൊക്കെ കേവലം മാർഗങ്ങൾ മാത്രമാണ്. അത് ശാശ്വതമായ ശ്രേയസ്സിലേക്ക് നമ്മളെ എത്തിക്കില്ല. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് തന്നിലുള്ള ആത്മശക്തിയെ ഉണർത്താത്തിടത്തോളം കാലം അചഞ്ചലമായ ഭക്തി ലഭിക്കില്ല. ഭഗവാനെ ഒട്ട് കിട്ടുകയില്ല. അടുത്തു വരെ വരും, 2 അങ്കുലത്തിൽ വ്യത്യാസത്തിൽ ഭഗവാൻ പിടുത്തം വിട്ടുപോകും. അതാണ് പ്രശ്നം. ആ 2 അങ്കുലം നമ്മുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള യോഗ്യത നേടണം. അർഹത എല്ലാവർക്കും ഉണ്ട്. അതാണ് ആ അർഹത. എന്താണ് യോഗ്യത? അത് ജ്ഞാനത്തെ, ഇതുവരെ പറഞ്ഞതിലും ജ്ഞാനമുണ്ട്, കർമ്മയോഗത്തിൻ്റെ ജ്ഞാനമുണ്ട്. കർമ്മം എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട് ഭഗവാൻ. യഥാർത്ഥ ജ്ഞാനം ലഭിക്കണമെങ്കിൽ ആത്മബോധത്തോടുകൂടി പ്രവർത്തിക്കണം. ആത്മബോധത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആത്മജ്ഞാനം ലഭിക്കും. ആത്മജ്ഞാനം ലഭിച്ചാൽ ആ ആത്മജ്ഞാനത്തെ വിജ്ഞാനമാക്കണം. അതാണ് ജ്ഞാനവിജ്ഞാന യോഗം, 7-ാമത്തെ അധ്യായം. നമുക്ക് കർമ്മയോഗത്തിലൂടെ ആത്മശുദ്ധി കൈവരിച്ചാൽ അതിൽ നിന്ന് ആത്മജ്ഞാനം പ്രകാശിക്കും. ആത്മജ്ഞാനം പ്രകാശിച്ചാൽ ആ ജ്ഞാനത്തെ പ്രായോഗിക തലത്തിൽ അനുഭവിച്ചറിയുന്നതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്, വിശേഷജ്ഞാനം. അപ്പോൾ ഒരു വിഗ്രഹം വച്ച് പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നത് പോലും ഈ വിശേഷജ്ഞാനത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. വിശേഷേണ ഗൃഹ്യതേ ഇതി വിഗ്രഹം. ഒരു ക്ഷേത്രത്തിലായാലും നമ്മുടെ വീട്ടിലായാലും ഒരു വിഗ്രഹം വച്ച് പൂജിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ആ വിഗ്രഹ
ധ്യാനത്തിലൂടെ ഈശ്വരനെ പറ്റിയുള്ള വിശേഷ ജ്ഞാനം ഗ്രഹിക്കണം. അതും പഠിച്ചാൽ പോരാ, മാത്രം ഉപരിപ്ലവമായിട്ട് അറിഞ്ഞാൽ പോരാ, ഗ്രഹിക്കണം. ഗ്രഹിച്ചാൽ മാത്രമേ അത് ശാശ്വതമായിട്ട് നമുക്ക് ശ്രേയസ്സായിട്ട് നിലനിൽക്കുള്ളൂ. ഒരു വാക്ക് ഗ്രഹിച്ചാൽ ആ വാക്കിനെ കൊണ്ട് 1000 വാക്കുകളെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, ഈ വാക്ക് എത്ര ജന്മം പോയിട്ട് വന്നാലും നിങ്ങൾക്കത് മറന്നു പോകുന്ന പ്രശ്നമില്ല. അത് ആത്മതലത്തിലേക്കാണ് ഗ്രാഫ് ചെയ്യുക. അതിനെയാണ് ഗ്രഹിക്കുക എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? പരീക്ഷ എഴുതാൻ പഠിക്കുന്ന പോലെ പരീക്ഷ കഴിഞ്ഞാൽ അതൊക്കെ മറന്നു പോകും. അങ്ങനെ നമ്മൾ അവിദ്യാദി അല്ലെങ്കിൽ ആസുരീ സമ്പത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആസുരീ സമ്പത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഭൗതികമായിട്ട് സ്കൂളിലോ കോളേജിലോ പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പരീക്ഷ എഴുതി പാസ്സായ, ആ പരീക്ഷയ്ക്ക് പാസ്സായ ആ സബ്ജക്റ്റുകൾ ഏതെങ്കിലും ഇപ്പം നമുക്ക് എന്നും ഓർമ്മ കിട്ടുന്നത് എന്തെങ്കിലും ഉണ്ടോ? പരീക്ഷയ്ക്ക് എഴുതി പാസ്സായ ഉത്തരങ്ങൾ. അത് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ മറന്നു പോകും. അത് പ്രായോഗിക തലത്തിൽ നമ്മൾക്ക് എത്തിക്കാനും പറ്റില്ല. കാരണം അത് സയൻസും സോഷ്യൽ സ്റ്റഡീസും ചരിത്രമൊക്കെ പഠിച്ചാൽ എങ്ങനെ പ്രായോഗിക തലത്തിൽ എത്തിക്കുക? അത് നമുക്ക് അത് ഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവജ്ഞാനവും കൂടെ വരണം. എന്നാലേ അത് ഗ്രാഫ് ചെയ്യാൻ പറ്റും. അനുഭവജ്ഞാനത്തിലൂടെ മാത്രമേ അത് ഗ്രഹിക്കാൻ സാധിക്കൂ. വെറുതെ ഉപരിപ്ലവമായിട്ട് പുസ്തകജ്ഞാനം കൊണ്ട്, ഇപ്പോൾ ഗീത പഠിച്ചാലും അത് ഉപരിപ്ലവമായിട്ട് ശാസ്ത്ര പഠനമാണ് നടക്കുന്നത്. പക്ഷേ അത് പഠിച്ചതുകൊണ്ട് ആ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ പഠിച്ചിട്ട് കാര്യമില്ല. അത് കാണാപ്പാഠം പഠിച്ച് ചൊല്ലാൻ പഠിച്ചിട്ടും കാര്യമില്ല. പ്രായോഗിക തലത്തിൽ അതിൻ്റെ ജ്ഞാനത്തെ വിജ്ഞാനമാക്കണം എന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിലെത്തിക്കണം. അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതാണ് ഈശ്വരശക്തിയെ അനുഭവിച്ചറിയുന്നതാണ് ഈശ്വര സാക്ഷാത്കാരം. ആത്മശക്തിയെ അനുഭവിച്ചറിയുന്നതാണ് ആത്മസാക്ഷാത്കാരം. അപ്പോൾ അതുകൊണ്ട് 7-ാം അധ്യായം പറയുന്നത് പേര് തന്നെ ജ്ഞാനവിജ്ഞാന യോഗമാണ്. ജ്ഞാനവിജ്ഞാനം, നിരൂപണം, അപര പര എന്നീ പ്രകൃതികൾ, ഈശ്വരമായ 4 വിധം ഭക്തന്മാർ, ജ്ഞാനികളുടെ ശ്രേഷ്ഠത ഇത്യാദി വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ മുഖ്യമായിട്ട് വിവരിക്കുന്നത്. അതിലും ഭഗവാനാണ് ആദ്യം തന്നെ പറയുന്നതെന്നല്ല, ഈ അധ്യായത്തിൽ മുഴുവൻ ഭഗവാന്റെ ശബ്ദം കേൾക്കാൻ പറ്റും. ഇതിനിടയ്ക്ക് അർജുനൊന്നും ഒരു ഇൻ്റർഫെയറും ചെയ്യുന്നില്ല, ഒരു ചോദ്യവും ചോദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 30 ശ്ലോകങ്ങൾ പറയുന്നത് മുഴുവൻ ഭഗവാനാണ്. ചില അധ്യായങ്ങൾ അങ്ങനെ ഭഗവാൻ മാത്രമേ പറയുന്നുള്ളൂ. ശ്രീ ഭഗവാൻ വാച, ഭക്തിയെപ്പറ്റി പറയാൻ അധികാരി ഭഗവാൻ തന്നെയാണെന്ന് അർജുനൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു ഓർക്കുക. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ആത്മബോധത്തെ പറ്റി പറയുന്നെങ്കിൽ ആത്മാവിൻ്റെ യഥാർത്ഥ യജമാനായിരിക്കുന്ന ആൾക്ക് മാത്രമേ ആത്മാവിനെ പറ്റി വിശദീകരിക്കാൻ സാധിക്കൂ. ആ ആത്മവിശദീകരണം ഭഗവാനിൽ നിന്ന് കേട്ടിട്ട് അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നവൻ ഭഗവാനായി തീരും. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. അവിടെയാണ് തന്മയീഭാവം വരിക എന്നർത്ഥം. അപ്പോൾ ആദ്യം തന്നെ ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാൻ വാച, മയ്യാസക്ത മനാപാർത്ഥ യോഗം യുജന്മതാശ്രയ അസംശയം സമഗ്രം മാ യഥാ ജ്ഞാസ്യസി സശൃണു. ഭഗവാൻ പറഞ്ഞു, പാർത്ഥ മയി ആസക്ത മന മതാശ്രയ, അതായത് അർജുന, എന്നിൽ ആസക്തമായ മനസ്സോടെ എന്നെ തന്നെ ആശ്രയിച്ച്, മതാശ്രയ എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ ആശ്രയിച്ച്, യോഗം ഉജ്ജൻ, യോഗം ശീലിക്കുന്നവനായിക്കൊണ്ട്, യഥാമാം സമഗ്രം അസ്മയം അസംശയം, യഥാമാം സമഗ്രം അസംശയം, ഏതു പ്രകാരം എന്നെ പൂർണ്ണമായിട്ടും, ജ്ഞാസ്യസി സംശയരഹിതമായിട്ടും അറിയുന്നുവോ, തശൃണു അതിനെ നീ കേട്ടാലും. അല്ലയോ അർജുന, എന്നിൽ ആസക്തമായ മനസ്സോടെ എന്നെ തന്നെ ശരണം പ്രാപിച്ച് യോഗം ശീലിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ധ്യാനയോഗം ശീലിക്കുന്നവൻ. വെറുതെ ഭക്തിയിൽ പ്രകടന ഭക്തിയും പ്രത്യക്ഷ ഭക്തിയും യഥാർത്ഥ ഭക്തി അല്ലാതെ പ്രാകൃത ഭക്തിയാണ്. അതായത് പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന ഭക്തി. പ്രകർഷണ ഭക്തിയിലേക്ക് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ധ്യാനയോഗം ശീലിക്കണം, അല്ലാതെ ഒരു ഉപായവും. കുറച്ചു നേരം അടങ്ങിയിരുത്തിട്ട് ഭഗവാനെ പറ്റി ചിന്തിക്കണം എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യും.
നമ്മളെന്താണോ നിരന്തരം ചിന്തിക്കുന്നത് അതല്ലേ നമ്മൾ ചെയ്യുന്നത്. എന്താണോ തലേദിവസം ചിന്തിച്ചിട്ട് കിടക്കുന്നത് അതായിരിക്കും രാവിലെ എഴുന്നേറ്റാ ചെയ്യാം. ഇതേപോലെ നിരന്തരം ഭഗവാനെ പറ്റി ചിന്തിച്ചാലോ ഭഗവാൻ പറയുന്നത് ചെയ്യൂ. പിന്നെ അതിനാണ് ആസക്തി ഉണ്ടാകണം. എന്നിൽ തന്നെ ആസക്തി ഉണ്ടാകും. നമുക്ക് ഭൗതിക ഏതേത് വിഷയങ്ങൾ ആസക്തി ഉണ്ടോ അതായിരിക്കും ആദ്യം ചെയ്യാം. അതായിരിക്കും ഓർമ്മ നിൽക്കുക. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റാലും അത് തന്നെ ഓർമ്മ വരും. ആ ബോധതലത്തിൽ നിൽക്കുന്ന മനുഷ്യൻ ഭഗവാനെ പറ്റി ആസക്തിയോടുകൂടി, അതാണ് മയ്യാസക്ത മനാപാർത്ഥ. നമുക്ക് ഈശ്വരനിൽ തന്നെ ആസക്തി ഉണ്ടാകണം. ബാക്കി ഇന്ദ്രിയ ഭോഗസുഖങ്ങളിൽ ഇപ്പോൾ ഉള്ള ആസക്തി വിടണം. ഭഗവാനിൽ തന്നെ ആസക്തി ഉണ്ടാകണം. അത് എത്ര കിട്ടിയാലും ഭഗവാനെ പറ്റി എത്ര അറിഞ്ഞാലും മതി വരാത്തൊരവസ്ഥ. പഞ്ചാരപ്പാൽ പായസം കുടിക്കാനുള്ള ഇച്ഛ പോലെ ആയിരിക്കണം. ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും എത്ര കിട്ടിയാലും മതി വരാത്ത അവസ്ഥയല്ലല്ലോ. ചൈനീസ് ഈ ചൈനയിലുള്ളവരെ ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ തൊണ്ടയിൽ വിരലിട്ട് അത് വയറ് നിറഞ്ഞു കഴിഞ്ഞാലും വേണ്ടില്ല, അവര് തൊണ്ടയിൽ വിരലിട്ടിട്ട് ഛർദിച്ചിട്ട് പിന്നെയും കഴിക്കും. അത്ര ആസക്തിയാ. കേരളത്തിൽ പിന്നെ അങ്ങനെ ഒരു സംസ്കാരമൊന്നും കാണാനൊന്നുമില്ല. കേരളത്തിലെന്നല്ല, ഭാരതത്തിലൊരു സ്ഥലത്തും കാണാനില്ല. അത്രയൊന്നും ആസക്തി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചൈനീസ് അങ്ങനെയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു കിംവദന്തി കേൾക്കാനുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് കഴിക്കും. എന്നിട്ടും പിന്നെയും ആസക്തി കൂടുതലുള്ളത് കൊണ്ട് തൊണ്ടയിൽ വിരലിട്ട് കഴിച്ചതൊക്കെ ഛർദിച്ചിട്ട് വീണ്ടും അത് കഴിക്കും. അത് തന്നെയല്ല, അതേ ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണം. ഛർദിച്ചതല്ല ഭക്ഷിക്കണേ, അത് തന്നെ കഴിക്കുമെന്ന് പറഞ്ഞാൽ ഛർദിച്ചതല്ല കഴിക്കണേ. അപ്പൊ അതുകൊണ്ട് അതേപോലെ ആ ഒരു ആസക്തി ഭൗതിക വസ്തുക്കളിൽ നമുക്ക് എത്ര കിട്ടിയാലും മതി വരാത്ത ഒരവസ്ഥയ്ക്കാണ് ആസക്തി എന്ന് പറയുന്നത്. അത്യാഗ്രഹം, എത്ര കിട്ടിയാലും മതി വരാത്തൊരവസ്ഥ, ഇനിയും വേണം ഇനിയും വേണം തോന്നുക. ആ ഒരവസ്ഥ ഈശ്വരനോടുണ്ടാകണം. അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് മയ്യ ആസക്തി ആസക്ത മനാപാർത്ഥ. നമുക്ക് ഈ ധ്യാനയോഗം ശീലിച്ചാൽ, ആ ആത്മശക്തി നമ്മളിൽ ഉണർന്നാൽ പിന്നെ ആ ഒരു ഇൻറ്റ്യൂഷനിലെ നമ്മൾ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും സാധിക്കും. അപ്പം അതിലായിരിക്കും ഇച്ഛാശക്തി ഉണരുന്നതും ക്രിയാശക്തിയിലെത്തുന്നതും അതിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം, അനുഭവ ജ്ഞാനത്തിലേക്കൊക്കെ എത്തുന്നത്. അത് തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ബാക്കി പിന്നെ ഭഗവാനിൽ ആസക്തി ഉണ്ടായ പിന്നെ ബാക്കി വിഷയങ്ങളിലുള്ളത് ആഗ്രഹങ്ങൾ വരെ നിങ്ങൾക്ക് കുറേശ്ശെ ഇല്ലാതാവും. ഭഗവാനിൽ ശ്രദ്ധ വച്ചാൽ പിന്നെ ബാഹ്യമായ വിഷയങ്ങളിൽ എല്ലാത്തിലും ശ്രദ്ധ കുറയും. നിങ്ങൾ സിനിമയും സീരിയലും ഒക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നവർ സ്ഥിരമായിട്ട് ഗീതയൊക്കെ പഠിച്ച് അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കി ഭഗവാനിൽ ആസക്തി ഉണ്ടായാൽ നിങ്ങളിൽ നിന്ന് തന്നെ ഇത് കാണാനുള്ള ആഗ്രഹമൊക്കെ തന്നെ വിടും. കുറേശ്ശെ ഒറ്റയടിക്കൊന്നും പോവില്ല. എന്നാലും കുറേശ്ശെ സ്വഭാവം ശുദ്ധീകരിക്കാൻ തുടങ്ങും. നമ്മളിതിലൊന്നും ആസക്തി ഇല്ലാത്തവരായിട്ട് മാറും. സിനിമ കാണലോ, ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്യുന്ന ഔട്ടിങ്ങിന് പോവുക, ഇല്ലേ അങ്ങനെയുള്ള ഭൗതിക ഭോഗസുഖങ്ങളുണ്ടല്ലോ, അതിലൊക്കെ ഒന്നിലും താല്പര്യമില്ലാതെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഭഗവാനെ പറ്റി ചിന്തിക്കാനാണ് താല്പര്യം. അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ തന്നെ മാറും. നമ്മൾ ബലം പിടിച്ചിട്ട് സ്വഭാവം മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊന്നും വേണ്ട. നമ്മൾ ഭഗവാനിൽ ആസക്തി വെച്ചാൽ മതി. പിന്നെ ഭഗവാന്റെ സ്വഭാവം നമുക്ക് വരാൻ തുടങ്ങും. ഒന്നിലും ബാഹ്യമായ വിഷയത്തിൽ ഒന്നും ആസക്തി ഇല്ലാത്തൊരവസ്ഥയിലേക്ക്. അപ്പം ആ യോഗം ആർക്കാണോ ഭഗവാനിൽ ആസക്തിയോടുകൂടി യോഗം ചെയ്യാൻ സാധിക്കുന്നത്, യോഗം യുജ്യൻ മതാശ്രയ, ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ആ യോഗം സ്വായത്തമാക്കുന്നവൻ, എന്നിൽ ആസക്തമായ മനസ്സോടെ എന്നിൽ തന്നെ ശരണം പ്രാപിച്ച് യോഗം ശീലിക്കുന്നവൻ, ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകാതെ നിരന്തരമായിട്ട് അതൊരു യോഗമായിട്ട് ഭഗവാനെ തന്നിൽ യോജിപ്പിച്ച് നിർത്തുന്ന ശീലമുള്ളവൻ, ഏത് പ്രകാരം എന്നെ പൂർണ്ണമായിട്ടും സംശയരഹിതമായിട്ടും അറിയുന്നുവോ അപ്രകാരം നീ കേട്ടുകൊള്ളുക. ഭഗവാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടാവും.
അത് നോർമലി ഉണ്ടാകണം. ഉണ്ടായാൽ ഭഗവാൻ പറയുന്ന കേട്ടാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമൊക്കെ തന്നെ മാറും. നിങ്ങൾ സംശയിക്കുന്ന കാര്യം ഭഗവാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും സംശയരഹിതമായിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. സംശയരഹിതമായിട്ടും അറിയുന്നുവോ അപ്രകാരം എന്നിൽ നിന്ന് കേട്ടുകൊള്ളുക. ഭഗവാൻ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഒരു കാര്യത്തിലും സംശയം ഉണ്ടാവില്ല. ആ യാഥാർത്ഥ്യബോധത്തെ മനസ്സിലാക്കി എന്നിട്ട് നമുക്ക് ഈ സംശയം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ നിങ്ങളെ മനസ്സിലാക്കിയ കാര്യം മറ്റൊരാളോട് ചർച്ചയ്ക്ക് പോകുമ്പോഴാണ് സംശയമാണ്. അങ്ങനെയാകാം ഇങ്ങനെയാകാം. പിന്നെ ഈ കണ്ണു അടച്ച് ചില മെസ്സേജുകളൊക്കെ വീഡിയോസൊക്കെ ഫോർവേഡ് ചെയ്തു വരും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനാകും അല്ലേ? ഇപ്പോൾ ഈ അടുത്ത ദിവസം ഒരാൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ളതാണ്, ഓൺലൈൻ വരാറൊന്നുമില്ല, എന്നാലും ഒരു വീഡിയോ എനിക്ക് അയച്ചു. എന്നിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, ഇത് ശരിയാണോ എന്നാണ് എന്നോട് ചോദ്യം. അതിൽ ആ വീഡിയോയിൽ എന്താ കാണിക്കണേ പറയണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പൂജാമുറി വൃത്തിയാക്കുന്നതിനും വിളക്കും പൂജാപാത്രങ്ങളും വൃത്തിയാക്കുന്നതിനും ചില ദിവസങ്ങളിലേ ചെയ്യാവുള്ളൂ എന്നാണ് ആരോ ഇൻസ്ട്രക്ട് ചെയ്യുന്നത്. അല്ലാതെ ചെയ്താൽ അതിൽ നിന്ന് ദോഷം ഉണ്ടാകൂത്രേ. നമ്മൾ പൂജാമുറി വിളക്കും പൂജാപാത്രങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പൂജാമുറിയും പൂജാമുറിയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളും എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കുന്നത് ചില ദിവസങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതല്ലാതെ ചെയ്യാൻ പാടില്ല എന്ന് ക്ലിയർ ഇൻസ്ട്രക്ഷൻ. ഞാൻ എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ കണ്ടു നോക്കി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പോയുണ്ടല്ലോ നിങ്ങളാകെ കൺഫ്യൂഷൻ ആകും. ഒറ്റ കാര്യം ലോജിക്കായിട്ട് ഇങ്ങനെയുള്ളത് കണ്ടാൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ചിലർ മെനക്കെട്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥ ഭക്തിയിലേക്ക് പോകുന്നവരെ കൺഫ്യൂഷൻ ആക്കുക എന്നുള്ള ഉദ്ദേശം അവർ ദുരുദ്ദേശം കൊണ്ടിരിക്കുന്നവരുണ്ട്. നമുക്ക് പരസ്യം വരുന്നുണ്ടല്ലോ. ഇപ്പൊ ആധ്യാത്മിക കാര്യങ്ങൾ പ്രഭാഷണം നിങ്ങൾ ഏത് യൂട്യൂബിൽ നോക്കോളൂ, എൻ്റെ ചാനലുകളിൽ മാത്രമേ പരസ്യം കയറാത്തുള്ളൂ. കാരണം ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇല്ലെങ്കിൽ നെച്ചൂര് വെങ്കട്ടരാമൻ്റെ ആയിക്കോട്ടെ, ഗിരീഷ് കുമാറിൻ്റെ ആയിക്കോട്ടെ, ലോകപ്രസിദ്ധമായിട്ടുള്ള പ്രഭാഷകരുടെ നിങ്ങളുടെ അവർക്കൊക്കെ പൈസയും കിട്ടുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നോ ഇല്ലെങ്കിൽ ഈ പരസ്യത്തിൽ നിന്നാണ് കൂടുതൽ കാശ് കിട്ടുക. സെക്കൻഡ് പൈസ കാശ് കിട്ടുന്നത്. അപ്പം കൂടുതൽ വിവേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ പരസ്യം കൊടുക്കും അവർ. അപ്പം ഇങ്ങനെയുള്ളവർ നമ്മൾ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പരസ്യം കയറി വരും. അപ്പം നമ്മളെ ഭ്രമിപ്പിക്കും ചിലപ്പോൾ ചില പരസ്യങ്ങൾ. യഥാർത്ഥ മാർഗത്തിൽ നമ്മൾ ആസക്തിയോടുകൂടി ഒരു ഭഗവാനെ പറ്റി അറിയാൻ ഇച്ഛയോടുകൂടി ഇരുന്ന് കേൾക്കണതിനിടയ്ക്ക് ഈ പരസ്യം കയറി വന്നാൽ ഇതേപോലെ നമ്മളെ ചക്കറിപ്പെടുത്തിയിട്ട് മുതലെടുക്കാനിരിക്കുന്ന ചില ആൾക്കാർ കച്ച കെട്ടി ഇരിക്കേണ്ടെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ കലിയുഗത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇതിലൊന്നും പെട്ടുപോകരുത്. ഒറ്റ കാര്യം ലോജിക്കായിട്ട് ചിന്തിച്ചാൽ മതി. നിങ്ങൾ നല്ല ദിവസം നോക്കിയിട്ട് കുളിക്കാറുള്ളൂ. നിങ്ങൾ കഴിക്കുന്ന വസിക്കുന്ന വീട് ദിവസം നോക്കിയിട്ടാ വൃത്തിയാക്കാറ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഇല്ലേ, നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ദിവസം നോക്കിയിട്ടാ വൃത്തിയാക്കാറ്. ബാത്റൂമിൽ പോയിട്ട് വന്നാൽ ദിവസം നോക്കിയിട്ടേ കഴുകാവുള്ളൂ. ഇതൊക്കെ ഒന്ന് ലോജിക്കായിട്ട് നമുക്ക് മനുഷ്യൻ പ്രാക്ടിക്കൽ തലത്തിൽ ഒന്ന് ചിന്തിച്ചുകൂടെ? എന്നിട്ട് വെറുതെ ഇങ്ങനെ, അല്ലെങ്കിൽ തന്നെ ആകെ കൺഫ്യൂഷനിലാണ് യഥാർത്ഥ പ്രകടന ഭക്തിയും പ്രത്യക്ഷ ഭക്തിയും കൊണ്ട്. ഇതിനൊക്കെയാണ് പ്രാകൃത ഭക്തി എന്ന് പറയുന്നത്. നമുക്ക് മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ചിന്തിക്കാനും നന്മയും തിന്മയും ഗുണവും ദോഷവും ഒക്കെ ചിന്തിച്ച് ലോജിക്ക അനുസരിച്ച് അവരുടെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിച്ച് മാത്രമേ ഈശ്വര സാക്ഷാത്കാരം എത്തുള്ളൂ. നിങ്ങൾ മറ്റുള്ളവരെ ഫോളോ ചെയ്തിരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പരധർമ്മമായിട്ട് ഭവിക്കും. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എത്തേണ്ടതിടത്ത് എത്തില്ല. ഇത്തരത്തിൽ പറയുന്നവര് ഒക്കെ പോയിട്ട് നടന്നാൽ നിങ്ങൾ ഒരിക്കലും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്ന പ്രശ്നമില്ല. ഇവിടെ ഭഗവാൻ പറയുന്നത് സംശയരഹിതമായിട്ട് അപ്രകാരം എന്നിൽ നിന്ന് എന്തറിയണോ അത് ഞാൻ പറയാം സംശയരഹിതമായിട്ട്.
ഈ ഗീത ശരിക്ക് താത്വികമായിട്ട് പഠിച്ച ഒരാൾക്കും പിന്നെ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വന്നാലും ഇത്തരത്തിലുള്ള വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ ഒരൊറ്റ ഫോർവേഡ് ചെയ്യുന്ന വീഡിയോയും മെസ്സേജുകളും ഇടരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം. കാരണം ഞാൻ യഥാർത്ഥ റൂട്ടിൽ നിങ്ങളെ നയിക്കാൻ നോക്കുമ്പോഴത്തേനും വേറെ ആരെങ്കിലും ഫോർവേഡ് ചെയ്ത മെസ്സേജോ അതെന്താ, ചിലർക്കുണ്ടല്ലോ ഈ കണ്ണും അടച്ചിട്ട് അത് മുഴുവൻ കേൾക്കോ കാണോ ഇല്ല, കിട്ടിയ അപ്പം ഫോർവേഡ് ചെയ്യാം. എന്നാൽ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളോ ഫോർവേഡ് ചെയ്യേണ്ട കാര്യങ്ങളോ ചെയ്യൂല. നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ വരുന്ന കാര്യം ഞാൻ യൂട്യൂബിലൊക്കെ ഇടുന്നത് വെറുതെ അത് കണ്ടിട്ട് ലൈക്ക് ചെയ്താൽ പോരാ, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്താലാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ അതെത്തും. ലൈക്ക് ചെയ്താലോ അത് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ നിങ്ങളത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രം. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പം ചിലർ കണ്ണും അടച്ച് അത് കേൾക്കോ എന്താ മെസ്സേജ് എന്ന് പോലും അവർ പോലും വായിക്കില്ല. അവനവൻ്റെ മെസ്സേജ് വാട്സപ്പിലേക്ക് കിട്ടിയോ അപ്പം കണ്ണും അടച്ച് ഫോർവേഡ് ചെയ്യും. എന്നിട്ട് അവരോ കൺഫ്യൂഷനാകും, മുഴുവൻ കേൾക്കില്ല, അത് കാണുന്നവരൊക്കെ കൺഫ്യൂഷൻ. ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഫേക്ക് ന്യൂസുകളും ഫേക്ക് വാർത്തകളും ഒക്കെ ഫേക്ക് മെസ്സേജുകളും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ വളരെ സൂക്ഷിച്ചോളണം, അലർട്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അഡ്മിഷൻ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഞാൻ തുറന്നു കൊടുക്കാറുള്ളൂ. കാരണം ഈ 24 hours തുറന്നിട്ടാൽ എല്ലാവരും ഒരേ സ്വഭാവമുള്ളവരൊന്നുമല്ല. എടുത്ത് പോസ്റ്റ് ചെയ്യും, വെറുതെ ഫോർവേഡ്. ഞാൻ പിന്നെ ഒരു അഡ്മിന് ഒരു അധികാരം വാട്സപ്പുകാർ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടാത്ത ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ, ഒരു മെസ്സേജ് കണ്ടാൽ അത് അഡ്മിന് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് നമുക്ക് പിടിക്കാത്തതോ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളോ എന്തെങ്കിലും ആരെങ്കിലും ഫോർവേഡ് ചെയ്താൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം, പ്രശ്നമൊന്നുമില്ല. അതാർക്കും പിന്നെ ആൾക്കും വായിക്കാനും പറ്റില്ല. അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പം ഈ ലോജിക്കായിട്ട് നോക്കിക്കോളും. പൂജാമുറി വൃത്തിയാക്കുന്നതിനും ഇല്ല ഈ പൂജമുറിയിലെ പാത്രം ഒരു അമ്പലത്തിലെ ആണെങ്കിൽ ഈ ദിവസം നോക്കിയിട്ടാ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുക? അപ്പൊ അതിന് ദിവസം നിശ്ചയിക്കണം എന്ന് ആരാ പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം. അപ്പൊ മയ്യാസക്ത മനാപാത്ത യൂകം യുജ്ജൻ മതാശ്രയ അസംശയം സമഗ്ര യഥാ ജ്ഞാസസി ശ്രുണി. ഭഗവാനിൽ തന്നെ ആസക്തി ഉണ്ടായിരിക്കണം. ആ ആസക്തിയുള്ള മനസ്സോടുകൂടി ഇരിക്കുന്ന ആളാണ് യഥാർത്ഥ ഭക്തിയോഗത്തിലേക്ക് എത്തുക. ഭക്തിയോഗത്തിലേക്ക് എത്തുക. അപ്പോൾ അതുകൊണ്ട് യോഗം ശീലിക്കുന്നവൻ ഏത് പ്രകാരം എന്നെ പൂർണ്ണമായിട്ടും സംശയരഹിതമായിട്ടും അറിയുമോ അപ്രകാരം കേട്ടുകൊള്ളുക. ഇപ്പൊ ഭഗവാൻ പറയുന്നത് മാത്രമേ സംശയരഹിതമായിട്ട് നമുക്കുണ്ടാകുന്ന സംശയങ്ങളെ ഇല്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ കൺഫ്യൂഷനാക്കും. പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ പോലെയുള്ള മെസ്സേജുകളൊക്കെ കണ്ണും അടച്ച് ഫോർവേഡ് ചെയ്തു വരും. വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് സത്യമാണെന്നൊക്കെ തോന്നും, പക്ഷെ ഫേക്കായിരിക്കും. എങ്ങനെ വേണേലും ഇപ്പൊ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇച്ഛിക്കുന്ന പോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത്രമാത്രം ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗീത പഠിക്കുന്ന ഒരാളും ഭഗവാനിൽ ആസക്തിയോടുകൂടി ഇരിക്കണം. ഭഗവാനിൽ ആസക്തിയോടുകൂടി ഇരിക്കുന്ന ഒരാൾക്ക് സംശയരഹിതമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഭഗവാൻ മാത്രമായിരിക്കും. അത് മാത്രമേ ഉൾക്കൊള്ളാവൂ, അത് മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടായാൽ നിങ്ങൾ ഉപാസിക്കുന്ന ആ ദേവനോട് ചോദിച്ചോളൂ, നിങ്ങൾക്ക് സംശയം മാറ്റിത്തരും. സംശയം വേണ്ട. നിങ്ങൾ ആത്മബോധത്തോടെ ഭഗവാനിന് ആസക്തിയോടുകൂടിയാണ്, ഉത്തമ ഭക്തനായിട്ടാണ് നിങ്ങൾ ഭഗവാനെ ഭജിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സംശയിക്കാൻ ഇടവരില്ല. അഥവാ സംശയം ഉണ്ടായാൽ എന്നെപ്പോലുള്ള ഗുരുക്കന്മാരുടെ പോലും ആവശ്യകതയില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഭഗവാൻ നാം സംശയം തീർത്തു തരും. അതിനുള്ള എന്നിട്ടും നിർദ്ദേശം കിട്ടിയിട്ടും ഇല്ല, ഇൻഡ്യൂഷൻ കിട്ടിയിട്ടും നിങ്ങളുടെ സംശയം മാറുന്നില്ല എങ്കിൽ അതിനുതകുന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അതേപ്പറ്റി ഒരിക്കലും സംശയിക്കുന്ന പ്രശ്നമില്ല. അതാണ് ജ്ഞാനത്തെ വിജ്ഞാനമാക്കി ഞാൻ പറഞ്ഞു തരാം, കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞത്. ഇനി ആ ജ്ഞാനം എങ്ങനെയാ പറയുന്നത്? ജ്ഞാനം തേ അഹം സവിജ്ഞാനം.
ഇതം വക്ഷ്യാമ്യ അശേഷത യജ്ഞാത്വാ നേഘഭൂയോ അന്യജ്ഞാതവ്യം അവിശിഷ്യതേ യജ്ഞാത്വാ ഭൂയ ഇഹ യാതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ അന്യജാതവ്യം ഇവിടെ മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ലയോ ന അവിശേഷതേ അറിയാൻ ഒന്നും ശേഷിക്കാത്ത അവസ്ഥ ഇതം ജ്ഞാനം സവിജ്ഞാനം ഇതം ജ്ഞാനം സവിജ്ഞാനം ഈ ജ്ഞാനത്തെ വിജ്ഞാനത്തോടുകൂടി അശേഷത വിജ്ഞാനത്തോടുകൂടി പൂർണ്ണമായിട്ടും അതായത് അറിയാൻ പിന്നെ ബാക്കിയൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ അഹം തേ വൈശാമി ഞാൻ നിനക്ക് പറഞ്ഞു തരാം യാതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ ഇവിടെ മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ലയോ ഈ ജ്ഞാനത്തെ വിജ്ഞാനത്തോടുകൂടി പൂർണ്ണമായിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം യാതൊന്നും അറിഞ്ഞാൽ പിന്നെ ഇവിടെ മറ്റൊന്നും അറിയേണ്ടതായിട്ട് അവശേഷിക്കുന്നില്ലയോ പിന്നെ ഈ ലോകത്ത് മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ല കാരണം ഭഗവാൻ പറയുന്ന കാര്യത്തിൽ അല്ലാതെ ഈ ലോകത്തിന് തന്നെ നിലനിൽപ്പില്ല അതുകൊണ്ട് വിദ്യ ആയിക്കോട്ടെ അവിദ്യ ആയിക്കോട്ടെ അതൊക്കെ ഭഗവാൻ പറഞ്ഞതിൻ്റെ ഉള്ളിലേ ഉള്ളൂ അതിനപ്പുറത്തേക്കില്ല അത് ആത്മീയ ജ്ഞാനമായിക്കോട്ടെ ഭൗതിക ജ്ഞാനമായിക്കോട്ടെ രണ്ടും ഉണ്ടായിരിക്കുന്നത് ഒന്നിൽ നിന്നാണ് അപ്പൊ പിന്നെ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ ജ്ഞാനം എന്ന് പറയുന്നത് അത് ഈശ്വരീയ ജ്ഞാനമാണ് അത് സത്യമാണ് അത് ശ്രേയസ്സാണ് അത് ലോകം നശിച്ചാലും നശിക്കാത്തതാണ് ഭൗതിക ജ്ഞാനം എന്ന് പറയുന്നത് അത് പ്രാകൃത ജ്ഞാനമാണ് ഉണ്ടായിട്ട് നശിക്കുന്നതാണ് പ്രത്യക്ഷമാണ് അത് ഒരിക്കലും ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നാൽ ഈ രണ്ടും ഉണ്ടായിരിക്കുന്നത് ഒന്നിൽ നിന്നാണ് അപ്പോൾ എന്തറിഞ്ഞാലാണോ ഈ രണ്ടിനെ പറ്റി അറിയുന്നത് അത് ഞാൻ പറഞ്ഞു തരാം യഥാർത്ഥ ആത്മബോധത്തിൽ നിന്നാണ് ഈ അവിദ്യാദി ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഭൗതിക വസ്തുക്കളും ഭൗതിക ജ്ഞാനവും ഉണ്ടായിരിക്കുന്നത് അത് ശാശ്വതമല്ലാത്തതാണ് അപ്പം എന്തറിഞ്ഞാലാണോ പിന്നെ അറിയാൻ ബാക്കിയൊന്നുമില്ലാത്തത് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടുകൊള്ളുക ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക അതായത് ശാസ്ത്രോക്ത പദാർത്ഥങ്ങളുടെ പരിജ്ഞാനം ജ്ഞാനവും ശാസ്ത്രജ്ഞാനം കൊണ്ടുണ്ടായിട്ടുള്ള അനുഭവജ്ഞാനം വിജ്ഞാനവും എന്ന് ശങ്കരാചാര്യർ സമർത്ഥിച്ചിട്ടുണ്ട് വിജ്ഞാനത്തെ പലരും പലതരത്തിൽ നിർവചിക്കാറുണ്ട് പല നിർവചനങ്ങളും വ്യത്യസ്തങ്ങളെന്ന് തോന്നുമെങ്കിലും സാരാംശത്തിൽ ഒന്ന് തന്നെയാണ് അതായത് വിശേഷജ്ഞാനം എന്ന് പറയുന്ന അനുഭവജ്ഞാനം അത് നിങ്ങളുടെ സ്വഭാവം കൊണ്ട് ഏത് തരത്തിൽ ഭഗവാൻ പറഞ്ഞ ജ്ഞാനത്തെ യൂട്ടിലൈസ് ചെയ്താലും അതിൽ നിന്നൊരു അനുഭവജ്ഞാനം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ഏത് സ്വഭാവമുള്ളവരായിക്കോട്ടെ വെജിറ്റേറിയൻ കഴിക്കുന്നവരായിക്കോട്ടെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർ ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നവരായിക്കോട്ടെ ഏത് വിധത്തിൽ സ്ത്രീയോ പുരുഷനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ വാട്ട് എവർ ഇറ്റ് ഈസ് എന്തായിരുന്നാലും വേണ്ടില്ല ഈ ഗീതയിൽ പറയുന്ന യഥാർത്ഥ ജ്ഞാനം ഭഗവാൻ പറയുന്ന ജ്ഞാനം അത് നിങ്ങൾ ഭൗതികമായിട്ട് ഉപയോഗിച്ചാലും വേണ്ടില്ല ആത്മീയമായിട്ട് ഉപയോഗിച്ചാലും വേണ്ടില്ല അതിൽ നിന്ന് ഒരു അനുഭവജ്ഞാനം കിട്ടും ആ ജ്ഞാനത്തെയാണ് വിശേഷ ജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങൾ ഭൗതികതയിൽ മാത്രം ഉപയോഗിച്ചാൽ അത് നശിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അനുഭവം കിട്ടും അത് ശാശ്വതമല്ല അതുകൊണ്ട് ഭൗതികത എന്ന് പറയുന്നത് വന്നുപോയിരിക്കുന്നതാണെന്ന് മനസ്സിലാകും അതേസമയം അതേ കാര്യം ആത്മീയമായിട്ട് ഉപയോഗിച്ചാലോ അതിനുള്ള അനുഭവം കിട്ടും നശിക്കാത്ത സത്യത്തെ നിങ്ങൾ തിരിച്ചറിയും അതനുസരിച്ചുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ആയുരാരോഗ്യം മുതൽ നിങ്ങൾക്ക് യോഗക്ഷേമം നടക്കും അപ്പോൾ എന്താ ഗുണം എന്താ ദോഷം എന്നുള്ളത് മനസ്സിലാകും എന്താണ് യഥാർത്ഥ ജ്ഞാനം എന്താണ് അവിദ്യാദി ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ജ്ഞാനം എന്ന് പറയും ഏതൊന്നറിഞ്ഞാൽ ഈ രണ്ടിനെയും അറിയാൻ സാധിക്കും രണ്ടിനെ അറിഞ്ഞാൽ ഏതാണ് ഉത്തമം എന്ന് നിങ്ങൾക്ക് ബോധ്യം വരും പിന്നെ അറിയേണ്ടതായിട്ട് മറ്റൊന്നും ഉണ്ടാകില്ല അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അറിയണം അപ്പോൾ അതുകൊണ്ട്
ഈ വ്യത്യാസം മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പരീക്ഷ എഴുതാൻ പാകത്തിന് തിയററ്റിക്കലായിട്ട് പഠിച്ചാലും കാര്യമൊന്നുമില്ല. അത് അനുഭവത്തിലൂടെ തന്നെ സത്യത്തെ അറിയണം. അനുഭവം ഇല്ലാതെ ഒരു കാരണവശാലും ഈശ്വരനെ ബോധ്യപ്പെടുത്തി തരാൻ പ്രമാണം ഉണ്ടാക്കാൻ പറ്റില്ല. ആർക്കും സാധിക്കില്ല. ഈശ്വരൻ ഉണ്ടെന്നുള്ളതിന് തെളിവ് എന്നോട് ചോദിച്ചാൽ പോലും എനിക്ക് നിങ്ങൾക്ക് പ്രമാണം ഇന്നതാന്ന് പറയാൻ പറ്റില്ല. ദാ ഇത് കണ്ടോളൂ, ഇത് കേട്ടോളൂ എന്നുള്ളതല്ല പ്രമാണം. പ്രമാണം ഭഗവാൻ പറയുന്നത് നമുക്ക് അനുഭവസ്ഥമാണ്. ഭഗവാന്റെ ശക്തി നമ്മുടെ കയ്യിലുണ്ട്, അത് ഉപയോഗിച്ച് പഠിച്ചോളൂ. അപ്പോൾ ഈശ്വരൻ ആരാന്നുള്ളത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അല്ലാതെ ഒർക്കും ഈശ്വരൻ്റെ അവ്യക്ത സ്വരൂപമാണ്, നമ്മുടെ ഉള്ളിലും അവ്യക്തമായിട്ടായിരിക്കണേ. അതിനെ എങ്ങനെ പ്രമാണമാക്കി കൊടുക്കാൻ പറ്റുക? കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നിലുള്ള ഈശ്വരൻ എന്നിൽ, ഞാൻ ചിലതൊക്കെ കേട്ടിരിക്കുന്നുണ്ട്, കേട്ട് അനുഭവിക്കാറുണ്ട്. ഞാൻ കേട്ട കാര്യം നിങ്ങളെ കേൾപ്പിച്ചു തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ് കേൾക്കാമെന്നല്ലാതെ ഈശ്വരൻ്റെ നേരിട്ട ശബ്ദം നിങ്ങൾക്ക് അത് റെക്കോർഡ് ചെയ്തിട്ട് പോലും നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല. റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിച്ചാൽ അത് പ്രമാണമാവുമല്ലോ. അത് സാധ്യമല്ല. എനിക്ക് കേൾക്കാനുള്ളത് ഭഗവാൻ പറഞ്ഞു തരുന്നത് എനിക്ക് നേരിട്ട് കേൾക്കാം. അതാണ് അശരീ ശബ്ദം എന്ന് പറയുന്നത്, ശരീരമില്ലാത്തതിൻ്റെ ശബ്ദം. അപ്പം അതുകൊണ്ട് ആ അനുഭവം ഒരു കാരണവശാലും പ്രമാണമായിട്ട് മറ്റുള്ളവർക്ക് തെളിവ് കൊടുക്കാൻ സാധിക്കാത്തത് എന്താണോ അതാണ് സംശയരഹിതം എന്ന് പറയുന്നത്. നമ്മളിത് ഇങ്ങനെയൊക്കെ അനുഭവം എനിക്കുണ്ടായെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സംശയം, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അതിന് സംശയമാണല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ തന്നെ സംശയമായി. കാരണം അവരവർക്ക് അത് അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്. അതേ സമാന ഭാവത്തിലുള്ള നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ശരിയാണെന്നെങ്കിലും നിങ്ങൾക്ക് തോന്നാം. ഇല്ലെങ്കിൽ നിങ്ങളും സംശയിക്കും, ഇതൊക്കെ സാധ്യമാണോ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, യാതൊന്ന് അറിഞ്ഞാൽ പിന്നെ ഇവിടെ മറ്റൊന്നും അറിയേണ്ടതായിട്ട് അവശേഷിക്കുന്നില്ലയോ, ആ ജ്ഞാനത്തെ വിജ്ഞാനത്തോടുകൂടി പൂർണ്ണമായിട്ടും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇവിടെ ശാസ്ത്രോക്ത പദാർത്ഥങ്ങളെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ ശാസ്ത്രജ്ഞാനത്തെ പ്രായോഗിക തലത്തിൽ അനുഭവത്തിൽ എത്തിച്ചാലാണ് അത് വിജ്ഞാനമാകുക. വിജ്ഞാനമാണ് വിശേഷജ്ഞാനം. അത് ലഭിക്കുന്നിടത്തോളം കാലം നിങ്ങൾ യഥാർത്ഥ ജ്ഞാനിയാകില്ല. പുസ്തകം പഠിച്ചുകൊണ്ട്, ഗീത മുഴുവൻ കാണാപ്പാഠം പഠിച്ചുകൊണ്ടൊന്നും നിങ്ങൾ ജ്ഞാനിയാവില്ല. യഥാർത്ഥ ജ്ഞാനിയാകണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനത്തെ വിജ്ഞാനമാക്കണം. വിജ്ഞാനമാക്കണമെങ്കിൽ പ്രായോഗിക തലത്തിലെത്തിക്കണം. ഏതെങ്കിലും ഒരു കാര്യം സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത്, ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഒരു ശുഭകാര്യമെങ്കിലും നിങ്ങൾ അത് അനുഭവിച്ചറിഞ്ഞാൽ അത് അവൻ ഒരിക്കലും നശിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ശുഭകാര്യം ചെയ്യുന്നവൻ ആരും നശിക്കില്ല. ഈ ഭഗവാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് വിചാരിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരു കാര്യം, പല കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം കിട്ടിയാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഭഗവാനെ വിടില്ല. എത്ര ജന്മങ്ങൾ പോയാലും വേണ്ടില്ല. അതാണ് ഭഗവത് പ്രാപ്തി. ഭഗവാനെ അനുഭവത്തിലൂടെ പിടിക്കണം. അത് ഭഗവാന്റെ കൃപയും കൂടെ എപ്പോൾ ലഭിക്കുന്നു. യശോദാമ്മ പോലും ഭഗവാനെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചിട്ട് എത്ര പ്രയത്നിച്ചു. അവസാനം ഭഗവാൻ ഇനി ഏതായാലും നിന്നു കൊടുത്തേക്കാം എന്ന് അമ്മയുടെ അടുത്ത് പോലും കൃപ കാണിച്ചപ്പോഴാണ് യശോദാമ്മയ്ക്ക് ആദ്യം എടുത്ത കയറുകൊണ്ട് തന്നെ ബന്ധിക്കാൻ സാധിച്ചു. അപ്പോൾ ബാക്കി പ്രയത്നമൊക്കെ വേസ്റ്റ് ആയിപ്പോയില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ അറിയേണ്ടത് അറിയാതിരുന്നത് കൊണ്ടാണ് പ്രയത്നിക്കേണ്ടി വന്നത്. ഇനി പ്രയത്നം നമ്മൾ എവിടെ നിന്നാ തുടങ്ങാം? എത്ര പേരാ പ്രയത്നിക്കുന്നത്? ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് അനേകം പേരുണ്ടെന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. അതാണ് ഇനി പറയുന്നത്, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിൽ യതതി സിദ്ധയെ യഥാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വത. മനുഷ്യാണാം സഹസ്രേഷു, അനേകായിരം മനുഷ്യർക്കിടയിൽ, കശ്ചിൽ സിദ്ധയെ യതതി, ഒരുവൻ സിദ്ധിക്കായിക്കൊണ്ട് ശ്രമിക്കുന്നു, യഥാം സിദ്ധാനാം അപി, പ്രയത്നിക്കുന്ന സിദ്ധന്മാരിൽ തന്നെ, കശ്ചിൽ മാം തത്വവേത്തി, ഒരാൾ മാത്രമേ എന്നെ ശരിയായിട്ട് അറിയുന്നുള്ളൂ. അനേകായിരം മനുഷ്യർക്കിടയിൽ ഒരാൾ സിദ്ധിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവനായിട്ടുണ്ടാകാം.
അങ്ങനെ പ്രയത്നിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് മാത്രമാവും എന്നെ ശരിക്കും അറിയാൻ കഴിയുക. ഇത് നമുക്ക് ചുറ്റുവട്ടം നോക്കിയാൽ മതി. ഉദാഹരണത്തിന് ഗുരുവായൂർക്ക് പോകുന്നവർ എത്ര പേരുണ്ട്? കോടിക്കണക്കിനാണ് ദർശനം നടത്തി പോകുന്നത്. അതാണ് മനുഷ്യാണാൻ സഹസ്രേഷു എന്ന് പറഞ്ഞു. ആയിരക്കണക്കിന് ആൾക്കാർ, പല ആയിരം ചേരുമ്പോൾ കോടിയാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഈ സിദ്ധി, അതായത് ഭക്തിയോഗ സിദ്ധിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവര്, പ്രയത്നിക്കുന്നവർ അനേകം പേരുണ്ടാകാം. ഭക്തി ഇല്ലാത്തവരും ഉണ്ടാവും. അങ്ങനെ ഒരു കാറ്റഗറി കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സിദ്ധിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്ക്, അതേതാന്ന് പറയാൻ പറ്റില്ല, ഏതെങ്കിലും ഒരാൾക്ക് മാത്രമാവും എന്നെ ശരിക്കും അറിയാൻ കഴിയുക. കാരണം ഈ പ്രകടന ഭക്തിയും പ്രത്യക്ഷ ഭക്തിയും ഉള്ളൂ. പ്രകർഷണ ഭക്തിയിലേക്ക് ആരും എത്താറില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അനുഭവജ്ഞാനം ഉണ്ടാവില്ല. അനുഭവം ഉണ്ടാവും. എങ്ങനെയുള്ളതായി? ഈ സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ജയവും പരാജയവും വരവും പോക്കും ആയിട്ടിരിക്കും. അത് തന്നെ, അതേ മാത്രമേ അനുഭവം ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ വരവും പോക്കും നിൽക്കണം, ഒരിടത്ത് മാത്രം ഇരിക്കണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരവും പോക്കും നടക്കുന്നത്, ഈ സുഖവും ദുഃഖവും എന്തുകൊണ്ട് വരുന്നു എന്നൊക്കെ സ്വയം ചിന്തിക്കാൻ തുടങ്ങിയ യഥാർത്ഥ റൂട്ടിലേക്ക് എത്തുന്നത്. അപ്പോഴേ ജിജ്ഞാസ ഉണ്ടാവുള്ളൂ, അന്വേഷിക്കുള്ളൂ. അപ്പൊ അനേകായിരം മനുഷ്യർക്കിടയിൽ ഒരാൾ മാത്രമാണ് നമ്മൾ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. ആ പ്രയത്നിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രമാവും എന്നെ ശരിക്കും അറിയാൻ കഴിയുക. അപ്പം നമ്മൾ തന്നെ എത്ര പേരുണ്ട് പ്രയത്നിക്കുന്നുണ്ട്, അല്ലേ? രാവിലെയും വൈകുന്നേരം ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ എത്ര പേർക്കാണ് സിദ്ധി കിട്ടുക എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ? അപ്പൊ ആത്മജ്ഞാന തൃഷ്ണ തന്നെ ചുരുക്കം പേരൊക്കെ. അപ്പൊ നമുക്ക് ഭക്തിയുള്ളവർ അനേകായിരം പേരുണ്ട്. അതിൽ ഗീതാ ഭാഗവതാദികള് കൈകാര്യം ചെയ്യുകയും അതിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ലഭിക്കണം എന്ന് ജിജ്ഞാസുക്കളായിട്ടുള്ളത് എത്ര പേരുണ്ടാകും? അതിൽ തന്നെ ചുരുക്കം പേരെ ഉണ്ടാകുകയുള്ളൂ എന്ന് ഭഗവാൻ തന്നെ പറയാം. ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രിച്ച് ആത്മസാക്ഷാത്കാരത്തിന് യത്നിക്കുന്നവർ അതിലും വിരളായിരിക്കും. ഒന്ന്, ആത്മജ്ഞാന തൃഷ്ണയുള്ളവർ ചുരുക്കമായിരിക്കും എന്ന് പറയുന്നു. ഇനി ആ ആത്മജ്ഞാന തൃഷ്ണ ഉണ്ടായാൽ തന്നെ, ആത്മജ്ഞാന തൃഷ്ണ അഥവാ ആത്മജ്ഞാന മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾ പോലും അതിൽ തന്നെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ ഈ ജ്ഞാനം ശാസ്ത്രം പഠിച്ചിട്ട് അത് പ്രായോഗികതലത്തിൽ എത്തിക്കുന്നതിനെയാണ്, അനുഭവജ്ഞാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് പ്രായോഗികതലത്തിൽ ഉപയോഗിക്കുന്നവനെയാണ് ആത്മസാക്ഷാത്കാരം ചെയ്യുന്നവൻ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന് യത്നിക്കുന്നവർ അതിലും വിരളമായിരിക്കും. ഇപ്പൊ നമ്മൾ തന്നെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്, കുറേയൊക്കെ അനുഭവജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. അപ്പം എന്നെ പോലെയുള്ളവർ എത്ര പേരുണ്ടാവും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ? ഇപ്പൊ ശരിക്കും വാട്സപ്പ് ഗ്രൂപ്പ് പറഞ്ഞാൽ അത് എണ്ണം ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ലെഫ്റ്റായി പോയാലും വേണ്ടില്ല, എണ്ണം വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പൊ 275 പേരോ 76 പേരുണ്ട് ഇപ്പൊ. ഇതില് യഥാർത്ഥത്തിൽ ആത്മജ്ഞാന തൃഷ്ണ എത്ര പേർക്കുണ്ട്? ആ തൃഷ്ണയുള്ളവരിൽ തന്നെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് യത്നിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് നമ്മളൊന്നും തിരഞ്ഞാൽ എത്ര പേരെ കിട്ടും? മറ്റ് ബാഹ്യമായിട്ടുള്ള ലോകത്തേക്കൊന്നും പോകണ്ട. ഈ നിസ്സാര കാര്യമായിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരെ തന്നെ ഒന്ന് തിരഞ്ഞാൽ വളരെ വിരളായിരിക്കും. 1-2 പേരെ കിട്ടിയ ഭാഗ്യം. ഇനി ഈ രണ്ടു കൂട്ടർക്കും വേണ്ടുന്നതായിട്ടുള്ള, അതായത് ഭക്തരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ചില സത്യങ്ങൾ ഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. അതാണ് ഈ ഭക്തിയോഗത്തിൻ്റെ ഏറ്റവും വലിയ, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിന് പോലും ബാധകമായിട്ടുള്ള ചില കാര്യങ്ങൾ
ശരീരത്തെ സൃഷ്ടിച്ച് ശരീരത്തെ നിലനിർത്തുന്നതിന് എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടാണ് ശരീരം ഉണ്ടാക്കുന്നത്, അതിലെ ചില രഹസ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മളിപ്പം ഞാനെന്നും എൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഭൗതിക ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ശരീരത്തിൻ്റെ കണ്ടൻസ് പോലും എന്താണെന്ന് ഭഗവാൻ പറയാം. അതാണ് പരാശക്തി. ജീവൻ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ തന്നെ പരാശക്തിയാണ്. നമ്മുടെ ശരീരം ഗുരുവായൂരപ്പൻ്റെ തന്നെ അപരാശക്തിയാണ്. അപരാശക്തിയും പരാശക്തിയും യോജിപ്പിച്ച് നിർത്തി ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവം നമുക്ക് ഉണർത്തിക്കുന്നതും ഗുരുവായൂരപ്പ തന്നെയാണ്. അപ്പോൾ വേറിട്ട് നിൽക്കുന്ന ഭഗവാന്റെ ശക്തിയെ ശരീരമാകുന്ന വസ്തുവിലേക്ക് പ്രവേശിപ്പിച്ച് രണ്ടിനെയും ചേർത്ത് നിർത്തി അത് ഉപയോഗിക്കേണ്ട വിധത്തെയാണ് ഭഗവാൻ അനുഭവിച്ചറിയാൻ പറയുന്നത്. ഇതിനെ രണ്ടിനെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഉപയോഗിച്ച് പഠിക്കൂ. അതിനെ അനുഭവിച്ചാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം കിട്ടുകയും ചെയ്യും. 4-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, ഏത് കർമ്മം ചെയ്യുന്നാലും ആ കർമ്മങ്ങളൊക്കെ ചെന്ന് അവസാനിക്കുന്നത് എന്തിലായിരിക്കും? ഒരു അനുഭവജ്ഞാനത്തിലായിരിക്കും. ആ ജ്ഞാനമാണ് പവിത്രം എന്ന് പറഞ്ഞു. നഹി ജ്ഞാനേന സദൃശം പവിത്രമഹി വിദ്യതേ തൽസ്വയം യോഗസംസൃതിം കാലയേനാത്മനി വിന്തതി. അപ്പൊ നമ്മൾ ആത്മബോധത്തോടുകൂടി ഈ ശരീരത്തെ ഉപയോഗിക്കുന്നതാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള ശ്രമം. അതിനുവേണ്ടി ശ്രമിച്ചാൽ അതിൽ സിദ്ധി നേടുന്നവൾ വിരലിലെണ്ണാവുന്ന 1-2 പേരെന്നവർ. ഈ ഒരു ആഗ്രഹം തന്നെ വളരെ കുറച്ച് പേർക്ക്, ആത്മജ്ഞാന തൃഷ്ണ അല്ലെ ആത്മജ്ഞാനിയായിട്ട് മാറണം എന്നുള്ള ആഗ്രഹം പോലും വളരെ കുറച്ച് പേർക്കേ ഉണ്ടാവുള്ളൂ. ഇനി അത് ഇന്ദ്രിയ മനബുദ്ധികളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അത് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നവർ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. ഇനി എന്താണ് ആ രഹസ്യം? എല്ലാവർക്കും നിരീശ്വരവാദി ആയിക്കോട്ടെ യുക്തിവാദിയായിട്ട് മനുഷ്യജന്മം കിട്ടിയവർക്കെല്ലാം കോമൺ ആയിട്ട് ചില സംഗതികൾ ഭഗവാൻ നൽകിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയും. അതിനെ വെച്ചുകൊണ്ടേ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഭൂമിരാപോ അനുലോവായു ഖം മനോബുദ്ധിരേവജ അഹങ്കാരം ഇതീയം എന്നെ പിന്നാ പ്രകൃതി രക്ഷിത. മേ ഇമം പ്രകൃതി, എൻ്റെ ഈ പ്രകൃതി. ഭഗവാൻ എന്ന് പറയുന്നത് പോലും പ്രകൃതീശ്വരനാണ്. പ്രധാന പുരുഷേശ്വരൻ എന്ന സഹസ്രാമത്തിൽ ഭഗവാൻ ഒരു പേരുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? പ്രകൃതീശ്വരൻ. ആ പ്രകൃതീശ്വരൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്? അതാണ് പറയുന്നത്. ഭൂമി ആപ അനല, ഭൂമി ജലം അഗ്നി വായു ആകാശം. വായു ഖം മനോബുദ്ധിരേവജ, മനസ്സ് ബുദ്ധി അഹങ്കാരം ച ഇതി. ഇങ്ങനെ 8 വിധമായിട്ട് അഷ്ടതാ ഭിന്ന ഏവ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ 8 ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ബാഹ്യമായിട്ട് ഒന്നും അന്വേഷിച്ച് പോകണ്ട. നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ പറഞ്ഞ 8 ശക്തിയുണ്ട്. എന്തൊക്കെയാ? ഒറ്റയടിക്ക് പറഞ്ഞാൽ ആകാശം അഗ്നി വായു ജലം ഭൂമി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ. അതോടൊപ്പം തന്നെ അന്ധകരണമായിട്ട് ഏതൊന്നിനെയാണോ സത്യമായിട്ടുള്ളത് അതിനെ മറച്ചു വെച്ച് ഉപയോഗിക്കുന്നത് മനസ്സും ബുദ്ധിയും അഹങ്കാരമാണ്. ഇതിനെ 3 കൂടെ ചേർന്നാൽ അന്ധകരണമായി. ബാഹ്യമായ ശരീരമാണ് ഈ പറയുന്ന അപരാശക്തി എന്ന് പറയുന്ന ശക്തി വിശേഷം. അതായത് അതിലെന്തൊക്കെയാ? ആകാശം അഗ്നി വായു ജലം ഭൂമി. അതായത് സൃഷ്ടി നടന്നപ്പോൾ തന്നെ ആകാശം അഗ്നി വായു ജലം ഭൂമിയാണ് ആദ്യത്തെ സൃഷ്ടി. അവിദ്യാദി ദോഷങ്ങളെ സൃഷ്ടിച്ചു. ഇതിൻ്റെ തത്വങ്ങൾ എന്താണെന്ന് അറിയാതെ പോകട്ടെ, അതിനുള്ള ടെക്നിക്കാണ്. അവിദ്യാദി ദോഷങ്ങളെ ആദ്യം സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് സൃഷ്ടിച്ചതാണ് ശൂന്യതയിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഭൂമി. ഇനി ഓരോന്നിലും അതിൻ്റെതായ ഗുണമുണ്ട്. ആകാശത്തിൻ്റെ ഗുണം ശബ്ദം, വായുവിൻ്റെ ഗുണം സ്പർശം, അഗ്നിയുടെ ഗുണം സ്പർശം രൂപം, അഗ്നിയുടെ ഗുണം രൂപം, ജലത്തിൻ്റെ ഗുണം രസം, ഭൂമിയുടെ ഗുണം ഗന്ധം. ഒന്നുണ്ടായാൽ അതിൽ നിന്നാണ് മറ്റൊന്നുണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തേതിൻ്റെ ഗുണം മറ്റതിലേക്ക് പകരും. അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്നുണ്ടായി, പിന്നെ 3 ഉണ്ടായി, 3 4ആയി, 4 5 ആയപ്പം അതാണ് ഭൂമി എന്ന് പറയുന്നത്. ആ ഭൂമിയിൽ 5 ഗുണങ്ങളുണ്ട്.
ഇപ്പം നമ്മുടെ ശരീരം ഉണ്ടായപ്പോഴോ മണ്ണിൽ നിന്നാണ് ഉണ്ടായേക്കണേ. അന്നമയമായ കോശം കിട്ടിയിരിക്കുന്നത് ഭൂമിയിൽ നിന്നാണ്. അപ്പം ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി, അതിൻ്റെ 5 ഗുണങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടെന്നർത്ഥം. നമ്മൾ ബാക്കിയുള്ളിടത്തൊക്കെ ഉള്ളത് സാക്ഷാത്കരിക്കാൻ പോണതിന് മുമ്പ് നമ്മുടെ ശരീരത്തിലുള്ളത് ഈ പറയുന്ന പഞ്ചഭൂതങ്ങളും അതിൻ്റെ ഗുണങ്ങളും. ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി നമ്മുടെ ശരീരത്തിൻ്റെ കണ്ടൻസാണ്. അതിൽ ഈ പറയുന്ന പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങളും നമ്മൾ ഉപയോഗിച്ച് അനുഭവിച്ചറിയുന്നുണ്ട്. നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കും, ശബ്ദം കേൾക്കാൻ സാധിക്കും. ഇത് ആകാശത്തിൻ്റെ ഗുണമാണ്. നമുക്ക് സ്പർശിക്കാൻ കഴിയും, സ്പർശനം അറിയാൻ സാധിക്കും. ഇത് വായുവിൻ്റെ ഗുണമാണ്. നമ്മുടെ മൂക്കിലൂടെ വായു ചലിച്ചാൽ പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ സ്പർശനം അറിയാൻ സാധിക്കും. അപ്പം രണ്ടാമത്തെ പഞ്ചഭൂതവും അതിൻ്റെ ഗുണവും നമ്മളിലൂടെ പ്രകടമാകുന്നു എന്നർത്ഥം. പിന്നെ അഗ്നിയാണ്. അഗ്നിയുടെ ഗുണം എന്താ? രൂപം. അഗ്നിക്കൊരു രൂപമുണ്ട്, ആകാശത്തിന് രൂപമില്ല, വായുവിന് രൂപമില്ല. പക്ഷെ മൂന്നാമത് സൃഷ്ടിച്ച ഈ അഗ്നിക്ക് രൂപമുണ്ട് താനും. അഗ്നിയുടെ പ്രകാശത്താൽ പ്രപഞ്ചത്തിലുള്ളതിനെ മുഴുവൻ കാണാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിനൊരു ചൂടുണ്ടല്ലോ. ഈ ചൂടാണ് ഞാൻ പ്രശ്നമല്ലേ? അത് കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. ഇനി എവിടെ അഗ്നി ഉണ്ടാകുന്നോ അവിടെ ഹ്യൂമിഡിറ്റി ഉണ്ടാവും. കൈ തന്നെ കുറച്ച് നേരം സ്പർശനത്തിലൂടെ, കർഷണത്തിലൂടെ അതിനെ ഉരസിയാൽ അത് ഹീറ്റാവും. ഹീറ്റായിട്ട് കൈ വെറുതെ ഒന്ന് വെച്ചാൽ മതി, അപ്പം അതിൽ നിന്ന് ഹ്യൂമിഡിറ്റി വേർപ്പുണ്ടാകും. ആ ജലാംശത്തിലൂടെ പ്രകൃതിയിലുള്ള ഘടകങ്ങളെ സൂക്ഷ്മമായ ഐറ്റംസിനെ കൂട്ടിച്ചേർത്താൽ അത് ഭൂമിയായിട്ട് മാറി. അത്രേ ഉള്ളൂ. പൊടിപടലങ്ങളോ അന്തരീക്ഷത്തിലുള്ള പാറക്കഷ്ണങ്ങളോ ഒക്കെ ഒന്നായിട്ട് മാറ്റാനുള്ള ആകർഷണ ശക്തി ഭൂമിയുടെ അച്ചുതണ്ടിനുണ്ട്. അത് തന്നിലേക്ക് ആകർഷിച്ചപ്പം എല്ലാം ഒന്നായി തീർന്നു. അങ്ങനെ പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതങ്ങളുടെ ഗുണവും ഭൂമിയിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ഭൂമിയിൽ നിന്നുണ്ടായിട്ടുള്ള നമുക്കും ഈ പഞ്ചഗുണങ്ങളുണ്ട്. ഇതെല്ലാ കാലത്തും ജനിച്ചാലും മരിച്ചാലും ഒക്കെ ഇത് ഓട്ടോമാറ്റിക് കാമധേനുവിനെ പോലെ ഭഗവാൻ സൃഷ്ടിച്ചതൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇനി അതിനെ തിരിച്ചറിയാനുള്ള ശക്തിയാണ് മനസ്സ്, ബുദ്ധി, അഹംബോധം. അത് ജീവാത്മാവിൻ്റെ ഭാവമാണ്. അതിൽ നിന്നാണ് മനസ്സ് അവ്യക്ത സ്വരൂപമാണ്, ബുദ്ധി അവ്യക്ത സ്വരൂപമാണ്, അഹംബോധം അതും അവ്യക്ത സ്വരൂപം. അപ്പോൾ ഈശ്വരൻ്റെ സ്ഥൂല രൂപം ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ശബ്ദബ്രഹ്മാദി ശക്തികൾ. അപ്പം അതുകൊണ്ട് ഈ ശരീരം വച്ചുകൊണ്ട് ഈശ്വരശക്തി നമ്മുടെ ജീവാത്മാവായിട്ടിരിക്കുന്നുണ്ട്. ആ ജീവശക്തിയുടെ പ്രഭാവത്തെ എങ്ങനെ ശരീരത്തിലൂടെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുവോ അവിടെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുക. ഈശ്വരൻ്റെ ശക്തി തന്നെയാണ് ഒരു നിരീശ്വരവാദിയിലും യുക്തിവാദിയിലും ഭക്തിവാദിയിലും ഒക്കെ ഉള്ളത്. സ്ത്രീയിലും പുരുഷനിലും ബ്രാഹ്മണനും ക്ഷത്രിയിലും ഒക്കെ ഈ പഞ്ചഭൂതങ്ങളാലും അതിൻ്റെ ഗുണങ്ങളും ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അതോടൊപ്പം അവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് മനസ്സും ബുദ്ധിയും അഹങ്കാരമാവുന്ന അന്ധകരണവും കൊടുത്തത്. ആത്മാവിൻ്റെ പ്രത്യക്ഷ ഭാവമാണ് അന്ധകരണം. ഒന്ന് മനസ്സ്, നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്ന ബുദ്ധി, ഞാൻ എന്ന ബോധമുണ്ടാക്കുന്നത്. ഇത് മൂന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നത്. ആ സത്യം, അതാണ് സത്യം എന്ന് തിരിച്ചറിഞ്ഞാൽ സത്യസ്യ സത്യം സത്യമേവ ജാതം, അത് മാത്രമേ ഒരു സത്യം, ബാക്കിയൊന്നും സത്യമല്ല. നമ്മുടെ ഈ ശരീരം വീണുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന മനസ്സും ബുദ്ധിയും ഈ പ്രത്യക്ഷമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പരാശക്തി ശരീരത്തിൽ നിന്ന് വിധ്വംസിച്ചാൽ പിന്നെ അപരാശക്തിയാകുന്ന ഈ ശരീരം കൊണ്ട് നിഷ്പ്രയോജനം. അതെവിടെ നിന്ന് വന്നോ അതാതിലേക്ക് പോവുകയും ചെയ്യും. അതും എന്തുകൊണ്ട് അതാതിലേക്ക് പോകുന്നത്? അതിൻ്റെ 50% അതേപടി നിൽക്കുന്നുണ്ട്. ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി സൃഷ്ടിച്ചിട്ട് പകുതി അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ബാക്കി പകുതി കൊണ്ട് ആട്ട കുഴയ്ക്കുന്ന പോലെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് 84 ലക്ഷം തരം ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ
ഈ പഞ്ചഭൂതങ്ങളുടെ 50% കൂട്ടിക്കലർത്തൽ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ കണ്ടൻസ് എല്ലാവർക്കും പട്ടി, പൂച്ച, ആന, കുതിര, തേര എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടത്. അതിൻ്റെ 50% അതേപടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ശരീരം ഉപേക്ഷിക്കപ്പെട്ടാൽ ഏത് തരത്തിൽ അത് നശിച്ചാലും വേണ്ടില്ല, അത് ജീർണിച്ച് ആകാശത്തിൻ്റെ ഐറ്റം ആകാശത്തിലേക്കും ഭൂമിയുടെ ഐറ്റം ഭൂമിയിലേക്കും ജലത്തിൻ്റെ അംശം ജലത്തിലേക്കും എന്തിൽ നിന്ന് വന്നോ അതിലേക്ക് തിരിച്ചു പോകും. വീണ്ടും മേടിക്കൊന്നും വേണ്ട, അതിലേക്ക് തിരിച്ചു പോയാലും വീണ്ടും ശരീരം എടുക്കണമെന്ന് നമുക്ക് നിശ്ചയം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ശരീരം ഇതേ പ്രോസസ്സ് ആകാശത്തിൽ നിന്നും ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്നെ കൂട്ടേണ്ടതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമ്മുടെ ശരീരം സൃഷ്ടിച്ച്, അതാണ് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ ടെക്നോളജി. നമ്മൾ ഏത് സ്വഭാവത്തിലാണോ പോകുന്നത് അതേ സ്വഭാവത്തിൽ തന്നെ പുതിയ ശരീരം കൊടുക്കും. അത് ഈ അന്തരീക്ഷത്തിൽ നിന്ന്, അതായത് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്നെയാണ് അവരവരുടെ സ്വഭാവം അനുസരിച്ചുള്ള ശരീരം കടഞ്ഞെടുത്ത് കിട്ടുന്നത്. എന്തൊരു വിചിത്രമാണെന്ന് നോക്കണം. നമ്മൾ പ്രാക്ടിക്കൽ തലത്തിൽ ഇന്നത്തെ സയൻസ് പോലും പരാജയപ്പെട്ടു പോകുന്ന ടെക്നോളജിയാണ്. എന്നാൽ പിന്നെ മനുഷ്യൻ്റെ ശരീരം മനുഷ്യന് ഈ പഞ്ചഭൂതങ്ങളുടെ കണ്ടൻസൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിക്കൂടെ? റോബോട്ടിനെ ഉണ്ടാക്കും, പക്ഷെ മനുഷ്യനുണ്ടാക്കാൻ സാധ്യമല്ല. മനുഷ്യ ശരീരം സൃഷ്ടിക്കാൻ സാധ്യമല്ല, മറ്റൊരു ജീവിയെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. അതിന് അഥവാ സൃഷ്ടിക്കുന്നു എന്ന് കണ്ടുപിടിച്ചു നമ്മൾ കണ്ടാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് എടുക്കാതെ സൃഷ്ടിക്കപ്പെടില്ല. അതിൽ ജീവന്റെ തുടുപ്പുണ്ടാകണേ മനസ്സും ബുദ്ധിയും അഹങ്കാരം ഭഗവാനിൽ നിന്ന് എടുക്കണം. ഈ 8 വിധ ശക്തി ഇല്ലാതെ നമ്മളെ സൃഷ്ടിക്കുകയോ നമ്മൾ നിലനിൽക്കുകയോ ഇല്ല എന്നർത്ഥം. അതാണ് ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരം ഇധിയം മേ പിന്നാ പ്രകൃതിരക്ഷിത. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നീ സമഷ്ടി തത്വങ്ങളും ഇങ്ങനെ 8ആയിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഈ പ്രകൃതിയാണ് ഈ അഷ്ടവിധ പ്രകൃതി. പ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പ്രത്യക്ഷേണ കൃതം പ്രകൃതി, പ്രകർഷേണ കൃതം പ്രകൃതി. ഈ പഞ്ചഭൂതങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശരീരം പ്രകർഷേണ അല്ല പ്രത്യക്ഷ പ്രകൃതിയാണ്. ഇനി അതിലുള്ള ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി ഇതിൻ്റെ ഗുണങ്ങൾ പ്രകർഷേണ പ്രകടം. പ്രകർഷേണ എന്ന് പറഞ്ഞാൽ അവ്യക്ത സ്വരൂപം. അതിന് മനസ്സും ബുദ്ധിയും അഹങ്കാരവും കൂടെ ചേരുമ്പോഴേ ഈ പഞ്ചഭൂതങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ശരീരത്തിന് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അത് അവ്യക്തമാണ്. അത് ജീവനെ ഡിപ്പെൻഡ് ചെയ്ത് മനസ്സും ബുദ്ധിയും അഹങ്കാരമായിട്ട് പ്രകടമാക്കും. അതിനെ അനുഭവിച്ചറിയാനേ സാധിക്കും. അതിനെ പ്രമാണം ഇത് മനസ്സാണ്, ഇല്ലെങ്കിൽ ഇത് ബുദ്ധിയാണ്, ഇത് ആത്മാവാണെന്ന് മൂന്നിനെയും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒന്നിനെയും പോലും കാണിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രത്യക്ഷ കൃതം എന്ന് പറയാൻ പറ്റില്ല. അത് പ്രകർഷേണ കൃത. എന്നാൽ അതില്ലാതെ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഈ അഷ്ടവസ്തുക്കളെ ചേർത്ത് വച്ചിരിക്കുന്നത്. ഇതിനെ പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അത് പീഠത്തോടൊപ്പം അഷ്ടബന്ധ ഇട്ട് ഉറപ്പിക്കും. അത് ഈശ്വര ശക്തി കൊണ്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ കണ്ടൻസും അതിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ബേസിക് തിയറി വെച്ചിട്ടാണ് ഒരു വിഗ്രഹം പീഠത്തോടൊപ്പം അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കുന്നത്. ആ അഷ്ടബന്ധം ഉണ്ടാക്കുന്നതും ഈ പ്രകൃതി വസ്തുക്കളെ കൊണ്ടാണ്. അതിൽ മനസ്സും ബുദ്ധിയും അഹങ്കാരവും തന്ത്രി ആവാഹിച്ച് ജീവചൈതന്യത്തെ പ്രകാശിക്കും. പ്രത്യക്ഷത്തിൽ ഉള്ളത് വിഗ്രഹം, അത് കല്ലുകൊണ്ടോ പഞ്ചഭൂതങ്ങളിൽ നിന്ന് എടുത്ത ഒന്നുണ്ടാക്കിയെന്ന് വെച്ചിരിക്കുക. എന്തുണ്ടായാലും ഭൂമിയിൽ നിന്നുണ്ടായതാണെങ്കിൽ ആ കല്ലിലും ഉണ്ടാകും പഞ്ചഗുണങ്ങളും. അതിന് തട്ടിയ ശബ്ദം കേൾക്കില്ലേ? അത് നമ്മൾ കേൾക്കില്ലേ ശബ്ദം? അതിൽ നിന്ന് ശബ്ദം വരുന്നുണ്ട്. അതിന് സ്പർശനമുണ്ട്.
തൊടാൻ പറ്റും, തൊട്ടാൽ അറിയാൻ പറ്റും. അത് പ്രകൃതിയിൽ നിന്നുണ്ടായിക്കൊണ്ട് അതിന് ചൂടും തണുപ്പുമുണ്ട്. ചൂട് വരുമ്പോൾ ചൂടാകും, തണുപ്പിട്ടാൽ തണുപ്പുമാകും. അപ്പം അതിനൊരു രൂപമുണ്ട്. അഗ്നിയിൽ നിന്നെന്താ ഉണ്ടാക്കുന്ന രൂപകൽപ്പന, അപ്പോൾ രൂപമുണ്ട്. പിന്നെ ജലം, ജലത്തിൻ്റെ അംശം അതിലുണ്ട് വിഗ്രഹത്തിൽ. പാറയിൽ നിന്നൊക്കെയാണ് ജലം ഉത്ഭവിക്കുന്നത് പോലും. അപ്പോൾ ജലത്തിൻ്റെ രസമുണ്ട്. അപ്പോൾ പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതങ്ങളുടെ ഗുണവുമുണ്ട്. പിന്നെ ഭൂമിയുടെ ഗുണം എന്താ? ഗന്ധം. ആ വിഗ്രഹത്തിൻ്റെ കല്ലൊന്ന് മണത്ത് നോക്കുക, അതിനൊരു മണമുണ്ട്. അത് ഭൂമിയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഭൂമിയിലാണ് പാറ പ്രകടമാകുന്ന പോലും. അപ്പോൾ ഒരു വിഗ്രഹത്തിൽ പോലും ഈ പറയുന്ന പഞ്ചതത്വങ്ങളുണ്ട്. അതിൽ ജീവചൈതന്യം ചേർക്കണം എന്നുണ്ടെങ്കിൽ അന്ധക്കരണം ചേർക്കണം. അന്ധക്കരണം എന്ന് പറയുന്നതാണ് മനസ്സ്, ബുദ്ധിയും അഹങ്കാരം. അതിനുപയോഗിക്കുന്ന ആരാ? തന്ത്രിയുടെ മനസ്സും ബുദ്ധിയും അഹംബോധവുമാണ് അതിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. എത്ര ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ക്ഷേത്രത്തിലെ ക്ഷേത്രാചാരങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ചിന്തിക്കണം. നമുക്ക് ഇത് നോർത്ത് ഇന്ത്യയിൽ പോയാലൊന്നും ഇത്തരത്തിൽ പ്രതിഷ്ഠ, അഷ്ടബന്ധ, കലശമൊന്നും കാണാൻ പറ്റില്ല. അതാണ് വരാഹശാസനത്തിൻ്റെ അഥവാ പരശുരാമ ശാസനത്തിൻ്റെ പ്രത്യേകത. അത് കുറച്ചുകൂടെ ഉറപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യ സൃഷ്ടിച്ച ഗുരുവായൂരമ്പലത്തിലെ പോലും പൂജാതിക്രമങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തി പോയത് ശങ്കരാചാര്യ. അത് ഭഗവാൻ നിയോഗിച്ചിട്ടാണ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞത്. എത്ര ശ്രേഷ്ഠമായ ഈശ്വരനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു വിഗ്രഹത്തിൽ നിന്ന് അറിയാൻ പറ്റും. അറിയണ്ടേ? ഒരു പാറക്കഷ്ണത്തിൽ നിന്നാ. ആ പാറക്കഷ്ണത്തിൽ നിന്ന് വിഗ്രഹ രൂപം എങ്ങനെ ഉണ്ടായി? ആ ശില്പിയുടെ മനസ്സിൽ ഭഗവാന്റെ രൂപം തെളിഞ്ഞ് അത് ആ മനസ്സിലെ വിഗ്രഹ രൂപത്തെ ഈ പാറക്കഷ്ണത്തിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ആവശ്യമില്ലാത്ത കഷ്ണങ്ങൾ കൊത്തിക്കളഞ്ഞപ്പോൾ ഈ ശില്പിയുടെ മനസ്സിൽ കണ്ട വിഗ്രഹമല്ലേ പ്രകടാകുക ആ കല്ലിൽ തന്നെ. നമ്മളിതൊക്കെ പ്രാക്ടിക്കൽ തലത്തിൽ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ യുക്തിവിചാരം ചെയ്യണം. അതുകൊണ്ട് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവ കൊണ്ട് അതാതിൻ്റെ തന്മാത്ര എന്ന് ധരിക്കേണ്ടതാണ്. അല്ലാതെ ആകാശം അങ്ങനെ തന്നെ, ഭൂമി അങ്ങനെ തന്നെ, അങ്ങനെയല്ല. അതിൻ്റെ എസൻസ് എന്താണോ അത് മാത്രം. അത് പ്രമാണമായിട്ട് പ്രത്യക്ഷത്തിൽ CC ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല, കാണാൻ പറ്റില്ല. ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ്. അത് നമുക്ക് കേൾക്കാൻ സാധിക്കും, നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കും. അത് വേണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് നമ്മൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്യാനും സാധിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അത് കാണാനോ കേൾക്കാനോ അത് എവിടെ നിന്നാണ് വരുന്നത്, അതിൻ്റെ സോഴ്സോ ഒന്നും നമുക്ക് ട്രേസ് ഔട്ടബിൾ അല്ല. ഇപ്പോൾ നമ്മൾ എത്രയോ ദൂരെ ഇരിക്കുന്നു, ശബ്ദ തരംഗങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോയും ഓഡിയോയും കാണാനും കേൾക്കാനും ഒക്കെ പറ്റും അല്ലേ? ഇത് ഈ അന്തരീക്ഷത്തിലൂടെ എങ്ങനെയാണ് പ്രസരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതാ പോകുന്നു അല്ലേ? ഇവിടെ നടക്കുന്ന ഗീതാജ്ഞാനത്തിൻ്റെ തരംഗങ്ങൾ ഇതാ പോകുന്നു എന്ന് വേറെ ആർക്കെങ്കിലും ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുമോ അന്തരീക്ഷത്തിൽ നിന്ന്? അപ്പോൾ പ്രകർഷേണ പ്രകടമാകുന്നതാണ് അന്ധക്കരണം, അതായത് ആത്മശക്തി. അതിൻ്റെ പ്രഭാവത്താലാണ്, ആത്മശക്തിയുടെ പ്രഭാവത്താലാണ് മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനെ മൂന്നിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പച്ചയായ ശരീരം, ഈ പ്രത്യക്ഷ പ്രകൃതി പോലും നിലനിൽക്കുന്നത് ഈ പഞ്ചഭൂതാത്മകമായ. അതുകൊണ്ടാണ് അതിന് പ്രപഞ്ചം എന്ന് പറയുന്നത്. 5 ശക്തികളെ ചേർത്തുണ്ടാക്കിയിരിക്കുന്നത് എന്തോ അത് പ്രപഞ്ചം. അതിൽ പ്രവർത്തിക്കുന്ന ശക്തി മനസ്സും ബുദ്ധിയും അഹങ്കാരവുമാണ്. അതിനെയാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. അപരേയം ഇതസ്ഥാന്യം പ്രകൃതി വിധിമേം പരാം ജീവഭൂത മഹാബാഹോ ഏതം ധാരതേ ജഗത്. ഹേ മഹാബാഹോ, ഹേ അർജുന, ഇയം അപരാ, ഇത് അപരാ പ്രകൃതിയാകുന്നു. അതായത് നമ്മുടെ പച്ചയായ ശരീരം, നമ്മുടെ ശരീരത്തെ പറ്റി നമുക്ക് ബാഹ്യമായ വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം അപരാപ്രകൃതി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്.
നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം, എനിക്ക് കിട്ടിയിരിക്കുന്ന ശരീരവും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കിട്ടിയിരിക്കുന്ന ശരീരവും ഈ പ്രകൃതിയിൽ ഇന്ന് ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി, ഈ 5 കൂട്ടത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. എന്നാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ആകാശം, അഗ്നി, വായു, ജലം എവിടെയെന്ന് തിരയാനും കാണാനും ഒന്നും പറ്റില്ല. കാരണം അതിൻ്റെ തന്മാത്ര മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ എസൻസ് മാത്രം. അത് അവ്യക്ത സ്വരൂപം. ഇനി എങ്ങനെ അത് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ? ആകാശം നമ്മുടെ ശരീരത്തുണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നമ്മളിലൂടെ പ്രകടമാകുന്നുണ്ട്. ഞാൻ ശബ്ദം പ്രകടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ദൂരെ ഇരുന്നിട്ടും ഈ ആകാശമാർഗത്തിലൂടെയാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം ഭഗവാന്റെ ശക്തിയുടെ, ആത്മശക്തിയുടെ സ്ഥൂല രൂപമാണ് ശബ്ദം. നമ്മുടെ ശരീരത്തെ പോലും നമ്മൾ എങ്ങനെ അറിയാം? തൊട്ടറിയണം. എങ്ങനെ അറിയാം? അപ്പൊ സ്പർശനമല്ലേ അത്? നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നതോ വായുവാണ്. ആ വായു ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും മൂക്കിലൂടെ പോകുന്നതും തിരിച്ചു വരുന്നതും സ്പർശനത്തിലൂടെ. അപ്പൊ വായുവിന്റെ ഗുണം നമ്മൾ അറിയുന്നില്ലേ? നമ്മുടെ ശരീരത്തിന് ഒരു രൂപം ഉണ്ടല്ലോ, അല്ലേ? ഈ രൂപം പ്രകടമായത് ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്ന അഗ്നിയിൽ നിന്നാണ്. ഇത് അഗ്നിയിലേക്ക് തന്നെ ലയിക്കുകയും ചെയ്യും. ഇനി അഗ്നിയുടെ ഗുണം എന്താ? പ്രകാശം ഇല്ലേ, തേജസ്. ഒരു രൂപത്തെ കാണിച്ചു തരണമെങ്കിൽ ഒരു വെളിച്ചം വേണ്ടേ? നമ്മളെ ശരീരത്തിന് പ്രത്യക്ഷത്തിന് 3/2 ഭാഗം എന്താ പറഞ്ഞേ, ഒരു ലിമിറ്റേഷനിൽ ഒരു 35 ഡിഗ്രി 40 ഡിഗ്രി ചൂടില്ലേ? അത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഇതിന് തീ ആരെങ്കിലും കത്തിച്ചു കൊടുക്കണ്ടോ നമ്മുടെ ശരീരത്തെ? അപ്പോൾ അഗ്നിയും പ്രകടമല്ലേ? ഇനി എവിടെ അഗ്നി ഉണ്ടാകുന്നു അവിടെ ഹ്യൂമിഡിറ്റി ഉണ്ടാകും, അതായത് ജലം ഉണ്ടാകും. അത് പരീക്ഷിക്കുന്നു. നിങ്ങളുടെ കൈ കൂട്ടി തിരുമാൻ പറയാറില്ലേ? തിരുമ്മിയിട്ട് കുറേ നേരം തിരുമ്മിയിട്ട് അത് ചൂടായി കഴിയുമ്പോൾ കൈ രണ്ടും ഒന്ന് വേർപെടുത്തി വെച്ച് നോക്കൂ. ഈ 2 കൈയിൻ്റെ ഉള്ളം കൈ വേർക്കാൻ തുടങ്ങും. അപ്പോൾ ജലം പ്രത്യക്ഷമാകില്ലേ? ജലം പ്രത്യക്ഷമായാൽ അതിൻ്റെ ഗുണവും പ്രകടമാകില്ലേ? ഇനി ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി, വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി, അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി, ജലത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി. എന്നിൽ നിന്നുണ്ടാകുന്നോ അതിൻ്റെ ഗുണവും സ്വയസിദ്ധമായ ഗുണവും കൂടെ ചേരും അതിൽ. ഇപ്പോൾ വായു ഉണ്ടായപ്പോൾ ആകാശത്തിൻ്റെ ഗുണം ശബ്ദവും, സ്വയസിദ്ധമായ ഗുണം സ്പർശവും ഉണ്ടായി. അത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് ഘർഷണം ഉണ്ടായത്. ഘർഷണം ഉണ്ടായോ അവിടെ ഹീറ്റ് ഉണ്ടാവും, അഗ്നി ഉണ്ടാകും. അഗ്നി എവിടെ ഉണ്ടായോ അവിടെ ജലം ഉണ്ടാകും. ജലം എവിടെ ഉണ്ടായോ അതിനൊരു രസമുണ്ട്. ആ രസം ഈ അന്തരീക്ഷത്തിൻ്റെ പൊടിപടലങ്ങളെ ചേർക്കാനുള്ള കഴിവുണ്ട്. ജലത്തിനെ തന്നിലേക്ക് ആകർഷിച്ച് കണ്ടക്ടിവിറ്റി കൂടും, ഓട്ടോമാറ്റിക്കായിട്ട് ആകർഷിച്ച് തന്നിലേക്ക് ചേർത്ത് വർഷങ്ങളെടുത്തു, സംവത്സരങ്ങൾ എടുത്തിട്ട് ഭൂമി സൃഷ്ടിക്കപ്പെട്ടു. ആ ഭൂമിയിൽ 3/2 ഭാഗം ജലമാണ്. നമ്മുടെ ജീവൻ്റെ ആധാരം ജലത്തിലാണ്, ജലത്തിൻ്റെ രസത്തിലാണ്. അതുകൊണ്ട് ഭൂമി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഭൂമിയിൽ 3/2 ഭാഗം ജലമുണ്ട്. ജലം ഇല്ലാത്തയിടത്ത് ജീവികൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ 3/2 ഭാഗം ജലം ഉണ്ടല്ലോ. അത് കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നമല്ലേ? അപ്പോൾ ഭൂമിയുടെ അതേ കോപ്പിയല്ലേ നമ്മുടെ ശരീരം? അപ്പം ഈ പഞ്ചഭൂതങ്ങളിൽ എല്ലാം വന്ന് ചേരുന്നത് ഭൂമിയിലാണ്. പഞ്ചഗുണങ്ങളും ചേരുന്നത് ഭൂമിയിലാണ്. ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ശരീരങ്ങൾക്കും ഈ പഞ്ചഗുണങ്ങളും ചേർച്ചയോടുകൂടിയായിരിക്കും നമ്മുടെ ശരീരം പോലും സൃഷ്ടിക്കപ്പെടുന്നത്. ഈ പഞ്ചഗുണങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മനസ്സ് വേണം, ബുദ്ധി വേണം, അതിൽ ജീവൻ, ആത്മശക്തി വേണം. ഇത് 8 കാര്യങ്ങൾ ചേർന്നാൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ ആക്ടിവേറ്റ് ആവും. അതാണ് അപരേയം ഇതസ്ഥാനം പ്രകൃതി വിധിമേം പരാം ജീവഭൂത മഹാബാഹോ ഏതം ധാരത്തെ ജഗത്. ഹേ മഹാബാഹോ, ഹേ അർജുന, ഇയം അപരാ, ഇത് അപരാ പ്രകൃതിയാകുന്നു. തു ഇത അന്യാം ജീവഭൂതാം
എന്നാൽ ഇതിൽ നിന്ന് വേറെയായിട്ട് ജീവസ്വരൂപമായുള്ള യയാ ഇതം ജഗദ്ധാരേതേ, യാതൊന്നിനാൽ ഈ ജഗത്ത് ധരിക്കപ്പെടുന്നുവോ അതിനെ എൻ്റെ പരാപ്രകൃതി എന്നറിഞ്ഞാലും. മേ പരാം പ്രകൃതിയും വിധി. അല്ലയോ അർജുന, ഇത് അതായത് 8ആയി വിഭജിക്കപ്പെട്ട് പറഞ്ഞത്, മുകളിൽ പറഞ്ഞ 8 കൂട്ടം ആകാശാഗ്നി വായു ജലം ഭൂമി മനസ്സ് ബുദ്ധി അഹങ്കാരം, ഇത് എൻ്റെ അപരാപ്രകൃതിയാകും എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം ആയിട്ട് കാണുന്നതാകുന്നു. എന്നാൽ ഇതിൽ നിന്ന് ഭിന്നമായും ജീവസ്വരൂപമായിട്ട് ഈ ജഗത്തിന് ആധാരമായിട്ടുള്ള പ്രകൃതി എൻ്റെ പരയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് തന്നെ ഈ പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാൻ സാധിക്കും. ഇതേ ശരീരത്തെ പരയായിട്ട് നിൽക്കുന്ന ആത്മശക്തി അഥവാ ജീവശക്തി, അത് തന്നെയാണ് ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപം. പക്ഷെ അത് മറ്റ് 5 ഐറ്റം പ്രകടമാകുന്ന പോലെ അത് പ്രകടമാകില്ല, പ്രത്യക്ഷമല്ല. 8 ജഡവസ്തുക്കൾ എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അപര നികൃഷ്ടം എന്നും അവയിൽ ചൈതന്യത്തെ പര എന്നും പറയുന്നു. ഈ 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് ചർച്ചയ്ക്കെടുത്താൽ മതി. അപ്പം ഈ 5 ശ്ലോകങ്ങൾ ഒന്നുകൂടെ പാരായണം ചെയ്യാം. അത് സപ്തമോധ്യായക ജ്ഞാനവിജ്ഞാനയോഗ. ശ്രീ ഭഗവാനുവാച മയ്യാസക്തമനപാർത്ഥ യോഗം യുജ്ജന്മതാശ്രയ അസംശയം സമഗ്രം മാ യഥാ ജ്ഞാസ്യസി സശൃണു ജ്ഞാനം തേ അഹം സവിജ്ഞാനം ഇതം വൈഷമ്യ അശേഷത യജ്ഞാത്ത നേഹഭൂയോ അന്യജ്ഞാതവ്യം അവിശിഷ്യതേ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിൽ യതതി സിദ്ധയെ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വത. ഭൂമിരാപോ അനലോ വായുഖം മനോബുദ്ധിരേവച അഹങ്കാരം ഇതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടത. അപരേയം വിധസ്ത്വാന്യം പ്രകൃതി വിധിമേം പരാം ജീവഭൂതാം മഹാബാഹോ ഏതം ധാരതേ ജഗത്. ഓം തസൽ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാസംകുചക്രം കമോദകിം സരസ്യം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേ സമരസം പ്രതിഭാവയാമി. വാതാലയേ സമരസം പ്രതിഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശാന്തി. ഓം ശാന്തി ശാന്തി.